പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് സംസാരിക്കുക: കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പക്കഷ്ണമാണ്. കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ അത് മനസ്സറിഞ്ഞ് കഴിക്കുവാനുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മളെല്ലാവരും പലപ്പോഴും ആഗ്രഹിക്കുന്നത്. സ്വസ്ഥമായി ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുക സ്നേഹം വിളമ്പുന്ന ഇടത്താണ്. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും കരുതലും നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കഴിച്ചാലും കുടിച്ചാലും ഒരു യാന്ത്രികത മാത്രമായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. മനസ്സറിഞ്ഞ് അത്താഴം കഴിക്കുവാൻ പറ്റുന്ന, സ്വസ്ഥമായിരിക്കുവാൻ സാധിക്കുന്ന ഒരു അത്താഴമേശയാണോ നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളത് എന്നുകൂടി ചിന്തിക്കുക. നഷ്ടമായി പോയ ഒരുമിച്ചുള്ള പ്രാർത്ഥനാനുഭവവും പങ്കുവയ്പും സ്നേഹവും കളിചിരികളും ഒന്നുകൂടി നമുക്ക് തിരികെ കൊണ്ടുവരുവാൻ ശ്രമിക്കാം. പരസ്പരം ക്ഷമിച്ചുകൊണ്ട്, ഹൃദയം തുറന്ന് സംസാരിച്ചുകൊണ്ട് നഷ്ടമായി പോയ ആ പഴയ സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ഭവനങ്ങളിലേക്കും നമുക്ക് കൊണ്ടുവരാം. അതാണ് കുടുംബജീവിതത്തിൻ്റെ മനോഹാരിതയും ഭംഗിയും. ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുക ഇതുതന്നെയാണ്: സ്വസ്ഥതയുള്ള, സമാധാനമുള്ള ഒരിടമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റണം എന്നുള്ളതാണ് ഈശോയുടെ ഇഷ്ടം. ഈ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും നമ്മുടെ അത്താഴമേശകളെ സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ ഒരിടമാക്കി തീർക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.